നീ സകല പാപികളിലും വച്ച് അങ്ങേ അറ്റത്തെ പാപി. നിന്നെക്കാൾ കവിഞ്ഞ് ഒരു പാപി ഈ ലോകത്തില്ല ലൗകിക ദൃഷ്ട്യ എന്ന് കരുതിക്കൊള്ളൂ. സാരമില്ല, സർവം അതൊക്കെ ജ്ഞാനപ്ലവേനൈവ. ഈ ജ്ഞാനം കണ്ടോ, അവിടെ ഭക്തിയല്ല, ഭക്തി എന്നുള്ള പേരല്ല ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ജ്ഞാനം. എന്താ ജ്ഞാനം? ഈശാവാസ്യം ഇതം സർവം എന്ന ജ്ഞാനം. സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം എന്ന ജ്ഞാനമാകുന്ന തോണിയിൽ കയറൂ. ഈ പാപസമുദ്രം ഇതാ നിമിഷം കൊണ്ട് കടന്നു. എന്താ കാരണം? സർവം ഈശ്വരമയം. ഇവിടെ എന്ത് പാപം, എന്ത് പുണ്യം, ഇതുറപ്പിക്കാതെ വേറെ എവിടെ ആർക്ക് എന്ത് രക്ഷ കിട്ടും? അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം ഉറപ്പിക്കൂ. ഏത് പാപത്തെയും നിമിഷം കൊണ്ട് കടക്കാം. സർവ പാപം അതില്ല, അത് ബ്രഹ്മം. ഏത് പാപം? ഞാൻ അപ്പൻ്റെ നേർക്ക് അമ്പയച്ചോ, അയച്ചെങ്കിൽ അത് ബ്രഹ്മം, ബ്രഹ്മയജ്ഞം. എന്ത് പാപം? ഇവിടെ പാപവുമില്ല, പുണ്യവുമില്ല, കർമ്മവുമില്ല, അപ്പനുമില്ല, ആരുമില്ല. തൽക്കാലം എന്ന് വിചാരിച്ച് നല്ലവണ്ണം ഇത് ഉറപ്പിച്ചോളണേ. കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാം അപ്പനുണ്ട്, ബ്രഹ്മം. അപ്പനില്ലാതെയല്ല, അപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം ബ്രഹ്മമയം ഉള്ളിൽ. അത് നല്ലവണ്ണം ഉറപ്പിക്കുക. അപ്പൊ എവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ വ്യക്തമായി ബോധ്യപ്പെടും. ആ ബോധ്യത്തിന്റെ പേരിലേ പ്രവർത്തിക്കാവൂ. അല്ലാതെ ഇതൊക്കെ കേട്ടിട്ട് ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ അനുഭവിച്ചോളണം, അത്രയേ ഉള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. കൃഷ്ണൻ പറയുന്നു, ഇതൊക്കെ കൃഷ്ണൻ എന്ത് ഗംഭീരമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പൂർണ്ണാവതാരമായത്. യസ്യന അഹങ്കൃതോ ഭാവോ, ആർക്കാണോ അഹങ്കാരമില്ലാത്തത്, ഞാൻ ചെയ്യുന്നു, എന്റെ കേമത്വം ഇതാർക്കില്ലയോ, ഇതൊക്കെ ഭഗവാന്റെ ഒരു ഇന്ദ്രജാലം. ഞാനും എന്തൊക്കെയോ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ രാമായണം പ്രസംഗിക്കുന്നു, അത് ചെയ്യുന്നു. എന്ത് രാമായണം? ഏത് ഞാൻ? ഒക്കെ ഈശ്വരൻ, ബ്രഹ്മം, അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന ഉറപ്പുണ്ടോ? യസ്യന അഹങ്കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യത്തെ. അവർ കർമ്മം ചെയ്തില്ല, ഞാൻ ചെയ്തു, എന്റെ കേമത്വമാണ്, ഫലം എനിക്ക് തന്നെ വേണം എന്നിങ്ങനെ ആരുടെ കർമ്മമാണോ അവനെ കയറി പിടികൂടാത്തത്, സംഘം ഇല്ലാതെ അനുഷ്ഠിക്കപ്പെടുന്നത്. യസ്യന അഹങ്കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യത്തെ ഹത്വാപി സൈമാൻ ലോകാൻ. അവൻ ഈ ലോകത്തെ മുഴുവൻ കൊല്ലട്ടെ അർജുന. ഹത്വാപി സൈമാൻ ലോകാൻ. ഒരു ബ്രഹ്മനിഷ്ഠന് മാത്രമേ ഈ അഹങ്കാരമില്ലായ്മയും ബുദ്ധിയുടെ സംഘമില്ലായ്മയും ഉണ്ടാവൂ. വേറെ ആർക്കും ഉണ്ടാവില്ല. അവൻ ലോകത്തെ മുഴുവൻ കൊല്ലട്ടെ. നഹന്തി, അവൻ കൊല്ലുന്നില്ല. എന്താ കാര്യം? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ലേ, ഇത് വെറും ഒരു ഇന്ദ്രജാലം. ഇവിടെ ഒരു ലോകവുമില്ല, ഒന്നുമില്ല. നഹന്തി ന നിബധ്യത്തെ. അവൻ ലോകത്തെ മുഴുവൻ കൊന്നാലും അവനാരെയും കൊല്ലുന്നില്ല. ആ കൊല്ലുക എന്ന കർമ്മം അവനെ ലേശവും പിടികൂടുന്നില്ല. ഈ സ്നേഹിത, എന്ത് കർമ്മം നിങ്ങൾ ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളതല്ല, നിങ്ങൾ ഇതുകൂടെ ശീലിക്കൂ. ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ വരും. അല്ലാതെ അന്ധമായി എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ ഈ ഞാൻ പാപം ചെയ്തു രാത്രി ഉറക്കമൊഴിയാതെ പ്രഷറും ഒക്കെ കൂടി ആകെ കുഴപ്പമുണ്ടാകാനിടയാവും. ഇത് നിരന്തരമായി അഭ്യസിക്കൂ, മനസ്സിനെ പഠിപ്പിക്കൂ. അങ്ങനെയുള്ള ആൾക്ക് ഏതു പാപത്തിൽ നിന്നും അതിവേഗം വിമുക്തി കിട്ടും. അക്കാര്യം കൃഷ്ണനും നല്ലവണ്ണം തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യമാണ് ഇവിടെ രാമനും ആവർത്തിച്ച് പറയുന്നത്. യോഗി വൃന്ദാപഹാരി സുവർണസ്ഥേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തിയ രാമനാമത്തെ ജപിച്ചിടുകിൽ
ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഇങ്ങനെ എല്ലാവരും ഒരു കാര്യം തന്നെ പറയുന്നത്, കൃഷ്ണനും രാമനും ഒക്കെ. അല്ലാതെ വേറെ എന്ത് കാര്യം പറയാനിരിക്കുന്നു? ശാസ്ത്രീയമായ സത്യം, ജീവൻ ബ്രഹ്മമാണ്. തന്റെ സങ്കുചിതമായ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും ഉപേക്ഷിക്കുമെങ്കിൽ ആ ജീവൻ അടുത്ത നിമിഷം ബ്രഹ്മാനന്ദത്തിന് പാത്രമായി തീരും. ഇത്രയും കേട്ടിട്ട് ദേവി പറഞ്ഞു, ഇതൊന്നും പോരാ, എനിക്ക് ചുരുക്കി കേട്ടത് പോരാ, എനിക്ക് വിസ്തരിച്ച് കേൾക്കണം. എത്ര ചുരുക്കി പറഞ്ഞാലും രാമകഥ കേട്ടാൽ എനിക്ക് തൃപ്തി വരില്ല. നാഥ ശിവനോട് പറയുകയാണ്, എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലല്ലോ. എൻ്റെ ഉള്ളിൽ തൃപ്തി വരാൻ സാധ്യമല്ല. നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യമെല്ലാം കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ. ഒരു നിമിഷം അറിവ് നേടിയില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നാര് വിചാരിക്കുന്നുവോ അവർക്ക് വേണ്ടത്ര അറിവുണ്ടായില്ല. കിം ക്ഷണം, ഈ ഒരു ക്ഷണം അങ്ങ് പോയെന്ന് വെച്ചിപ്പോ എന്താ കുഴപ്പം? കിം ക്ഷണന്മാർക്ക്, ഈ ക്ഷണം അത് നിസ്സാരം എന്നാര് കരുതുന്നുവോ അവർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ. കിങ്കണന്മാർക്ക് രായുള്ളവർക്ക് അർത്ഥവും അതുപോലെ. ഈ ഒരു പൈസ, അത് സാരമില്ല, അങ്ങ് പോട്ടെ, അങ്ങനെ വിചാരിച്ചൂടാ. ഓരോ പൈസയും വിലപ്പെട്ടതാണെന്ന് കരുതുന്നവർക്ക് മാത്രമേ ധനമുണ്ടാവൂ. കിം ഇർണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം, ഇപ്പൊ ഇതൊരു ചെറിയ കടമല്ലേ ഉള്ളൂ, 10 രൂപ. നമ്മളിപ്പോ ആരോടും ലക്ഷക്കണക്കിന് രൂപയൊന്നും കടം വാങ്ങിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും കരുതരുത് 10 രൂപ കടമുണ്ടോ അത് വീട്ടിയിട്ട് ബാക്കി കാര്യം. കിം ഇർണന്മാർക്ക് ഈ കടം സാരമില്ല എന്ന് കരുതുന്നവർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാം. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ദേവന്മാർ, എന്ത് ദേവൻ? സൂര്യൻ ദേവനാ, ഇറ്റ്സ് എ ബേണിംഗ് മാസ്. എനിക്ക് നല്ല ശാസ്ത്രബുദ്ധിയുള്ള എന്നൊക്കെ കരുതുന്നവർക്ക് ഗതി വരില്ല. അവര് ഈ ആകാശത്ത് ഗംഭീരമായി പ്രകാശം ചൊരിഞ്ഞുകൊള്ളി നിൽക്കുന്നവരൊക്കെ, അവരെയൊക്കെ നിസ്സാരമായി കരുതരുത്. അവരൊക്കെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല. പക്ഷെ ആ ഇല്ലാത്തവരെ വ്യക്തമായി കാട്ടിത്തരുന്ന ആ ഈശ്വരനെ അവരിൽ കാണൂ. മരുഭൂമിയിലെ ഓരോ തുള്ളിക്കാനൽ ജലത്തിലും മരുഭൂമിയെ കാണൂ. അല്ലാതെ നിസ്സാരമായി തള്ളിക്കളയരുത്. സർവം ബ്രഹ്മമയം എന്നാരുറപ്പിക്കുന്നു, ദേവന്മാരെല്ലാം ആരാണോ ആ ബ്രഹ്മതത്വം ഉറപ്പിക്കുന്നത്, അങ്ങനെ ഉറപ്പിക്കാത്തവർക്ക് ഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലയോ ഭർത്താവേ, ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. വിസ്തരിച്ച് ഈ രാമചരിതം എനിക്ക് കേൾക്കണം. അവിടുന്നല്ലാതെ ഇത് പറഞ്ഞു തരാൻ മറ്റാരുമില്ല. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുൾ ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ, ദേവൻ, പരമേശ്വരൻ, മഹേശ്വരൻ. ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം ശിവനും ബ്രഹ്മം തന്നെയാണ്. അതാണ് ഈശ്വരൻ, ദേവൻ, പരമേശ്വരൻ, മഹേശ്വരൻ. ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ, പരൻ, പരമാത്മാവ്. അപ്പോ സാർ, നമ്മൾ രാമന് പരമാത്മാവെന്നല്ലേ പറയുന്നത്? അപ്പൊ പരമേശ്വരനെ അങ്ങനെ തന്നെ പറയാമോ? എന്താ ശരിക്ക്
രാമന്റെ ബ്രഹ്മതത്വം എന്താണെന്നറിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുമോ? രാമനെ ബ്രഹ്മമെന്ന് പറയുന്നത് കേൾക്കുന്ന ആളും ബ്രഹ്മമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ രാമനെ ബ്രഹ്മമാണെന്നറിയുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. 1 കോടി ശ്ലോകങ്ങളാണ് ബ്രഹ്മാവാണ് ആദ്യമായി ഈ രാമായണ കഥ പുറത്തേക്ക് വിട്ടത്. അതെപ്പോഴാണ് സാർ? അതൊന്നും ഇപ്പൊ ചോദിക്കരുത്, തൽക്കാലം പറയാൻ പറ്റില്ല. 100 കോടി ശ്ലോകങ്ങളാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ പുസ്തകം എന്നൊന്നും അർത്ഥമില്ല. വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതം വേദത്തിനു തുല്യമായി അരുൾ ചെയ്തിതു രാമായണം. വാൽമീകിന് 24,000 ഗ്രന്ഥം, 24,000 ശ്ലോകം. വാൽമീകിന് 24,000 ശ്ലോകം. നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചു. രാമദേവൻ നമുക്ക് ഉപദേശിച്ചു, അതായത് പരമശിവന്. അതെന്നാണ് സാർ രാമദേവൻ പരമശിവൻ ഉപദേശിച്ചത്? വരട്ടെ, ഞാൻ പരമശിവനുമായിട്ട് ആലോചിച്ചിട്ട് അതിന് പിന്നെ ഉത്തരം പറയാം. ചമച്ചാൻ ഇതിലിത് ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശിച്ചിടിനാനേവം പുരാ പണ്ട് ഉപദേശിച്ചു. അധ്യാത്മരാമായണം എന്നു വെച്ചാൽ ഇതൊന്നുമല്ല, ഇതൊക്കെ ഇതിന്റെ മഹത്വം കാണിക്കാൻ ഇങ്ങനെ പറയുന്നുവെന്നേ ഉള്ളൂ. രാമചരിതം ബ്രഹ്മചരിതമാണ്. രാമനെ ബ്രഹ്മമായി കാണുക. ബ്രഹ്മമല്ലാതിവിടെ മറ്റൊന്നുമില്ലെന്ന് നല്ലപോലെ കാണുക. വാൽമീകി പുനർ24,000 നാൻമുഖം നിയോഗത്താൽ മനുഷ്യമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശിച്ചിടിനാനേവം പുരാ അധ്യാത്മരാമായണം എന്നു പേര് ഇതിന്നിതം അധ്യയനം ചെയ്യുന്നവർക്ക് ആത്മജ്ഞാനമുണ്ടാവും. പേടിക്കണ്ട, വേണ്ടവണ്ണം ഇത് അധ്യയനം ചെയ്താൽ എന്തും കിട്ടും, ഭൗതികമായ എന്തും. പക്ഷേ ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് വേണം. വെറും ഒരു സ്വാർത്ഥത മുന്നിൽ നിർത്തിക്കൊണ്ട് അധ്യയനം ചെയ്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്സും മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തിയുമുണ്ടാം. ഏതൊരു രോഗവും രാമനാമം ഭക്തിപൂർവം ജപിക്കാമെങ്കിൽ മാറിക്കിട്ടും. ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഇത് കേട്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ രാമചരിതം വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ നിർത്താൻ. ശിവൻ രാമകഥ വിസ്തരിച്ച് പറയാൻ ഒരുപ്പെടുന്നു. നാളെ നമ്മൾ രാമാവതാരം രാമാവതാരം മാത്രമല്ല, പൊതുവെ അവതാരം, ഭഗവാൻ അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. ഈ ബ്രഹ്മചർച്ചയോടൊപ്പം ഈ അവതരിക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണോ സാർ? കൃഷ്ണൻ തീർത്തു പറഞ്ഞിരിക്കുന്നു യഥാഹി ധർമ്മസ്യ. അതിനെക്കുറിച്ചൊക്കെ നാളെ നമ്മൾ ചർച്ച ചെയ്തും രാമൻ നമ്മയൊക്കെ പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.